അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാം തരത്തിലെ തജ്വീദിലെ 11ാമത്തെ പാഠത്തിലെ അൽ ഖുർആഉൽ അശ്റ എന്നുള്ള പാഠമാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ തദ്രീബാത്തുകളും മറ്റും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അൽ ഖുർആഉൽ അശ്റത്തു 10 കാരിഈങ്ങൾ, ഖുർആൻ പാരായണ രീതി മുസ്ലിം സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്ത 10 ഓത്തുകാരനെ കുറിച്ചാണ് ഖുർആഉൽ അശ്റ എന്ന് പറയുന്നത്. ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 കാരികളുടെ പേരുകൾ നാം അറിയേണ്ടതാണ്. 1 നാഫിഉൽ മദനി റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹിബ്നു കസീരിനിൽ മക്കി, 3 അബൂ അംരിനിൽ ബസരി റളിയല്ലാഹു അൻഹു, 4 അബ്ദുല്ലാഹിബ്നു ആമിർ ഷാമി റളിയല്ലാഹു അൻഹു, 5 ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു, 6 ഹംസത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, 7 അൽ കിസായുൽ കൂഫി റളിയല്ലാഹു അൻഹു, 8 അബൂ ജാഫറിനിൽ മദനി റളിയല്ലാഹു അൻഹു, 9 യാക്കൂബുൽ ഹലറമി റളിയല്ലാഹു അൻഹു, 10 ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹു. ഇവരാണ് പ്രസിദ്ധരായ 10 കാരിയങ്ങൾ. ബഹുമാനികളായ ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത വിധം ഖുർആൻ പാരായണം പാടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്അഫിൻ്റെ കൂടെ അതിനെ നന്നായി അറിയുന്ന അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചിരുന്നു. അവർ ആസിമുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ മുഖേനയാണ് നമുക്ക് ലഭിച്ചത്. അല്ലാഹു തആല ഇഷ്ടപ്പെടും വിധം ഖുർആൻ പാരായണം ചെയ്യാനും അതിനെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയുമാണ് പാഠഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തദ്രീബാത്തുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഉത്തരം പറയാം. 1 അൽ ഖുർആഉൽ അശ്റ ആരാണ്? 10 പ്രസിദ്ധരായ ഓത്തുകാർ ആരാകുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ 1 നാഫിഉൽ മദനി, അബ്ദുല്ലാഹിബ്നു കസീറിൽ മക്കി, അബൂ അംറിൽ ബസരി, അബ്ദുല്ലാഹിബ്നു ആമിർ ഷാമി, ആസിമുൽ കൂഫി, ഹംസത്തുൽ കൂഫി, അൽ കിസായുൽ കൂഫി, അബൂ ജാഫറിനിൽ മദനി, യാക്കൂബുൽ ഹലറമി, ഖലഫുൽ കൂഫി റളിയല്ലാഹു അൻഹും എന്നിവരാണ് പ്രസിദ്ധരായ 10 ഖുറായിങ്ങൾ. 2 ഖുർആൻ പാരായണം യോജിക്കണം എന്തിനോട്? അതിൻ്റെ ആൻസർ 10 കാരിയങ്ങളുടെ ഏതെങ്കിലും ഒരു ഖിറാഅത്തിനോട് യോജിക്കേണ്ടതാണ്. 3 കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയച്ചു ആരെ? ആൻസർ അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമ റളിയല്ലാഹു അൻഹുവിനെ. 4 ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്നവർ ഖുർആൻ പഠിപ്പിച്ചു ആരെ? ആൻസർ ഹഫ്സ് ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്നിവർക്കാണ് പഠിപ്പിച്ചത്. 5 നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത് ആര് മുഖേന? ആൻസർ ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നിവർ മുഖേനയാണ് നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത്. 6 ആസിമുൽ കൂഫി റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഉസ്താദ് ആര്? അതിൻ്റെ ആൻസർ അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമി റളിയല്ലാഹു അൻഹു. ഇനി തദ്രീബാത്തിലെ രണ്ടാമത്തെ ഭാഗമായ വ്യക്തമാക്കുക എന്നുള്ളതിൽ ആൻസർ ഏതാണെന്ന് നോക്കാം. 1 കൂഫക്കാരായ 4 കാരിയുകൾ, 4 ഓത്തുകാർ ആരെല്ലാമാണെന്ന് നോക്കാം. ആൻസർ ആസിമുൽ കൂഫി, ഹംസത്തുൽ കൂഫി, കിസാഇൽ കൂഫി, ഖലഫുൽ കൂഫി എന്നിവരാണ് 4 പേർ. 2 മദീനക്കാരായ 2 കാരിയുകൾ, മദീനക്കാരായ 2 ഓത്തുകാർ ആരാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ നാഫിഉൽ മദനി, അബൂ ജാഫറിനിൽ മദനി റളിയല്ലാഹു അൻഹു. 3 മക്കക്കാരായ കാരിഇൻ്റെ പേര്? ആൻസർ അബ്ദുല്ലാഹിബ്നു കസീരിനിൽ മക്കി റളിയല്ലാഹു അൻഹു. 4 ബസറക്കാരനായ കാരിഇൻ്റെ പേര്?
അതിൻ്റെ ആൻസർ അബൂ അംറിനിൽ ബസരി റളിയല്ലാഹു അൻഹു. 5. അബ്ദുല്ലാഹിബ്നു ആമിർ എന്നവരുടെ പ്രദേശം ഏതാകുന്നു, സ്ഥലം ഏതാകുന്നു? അതിൻ്റെ ആൻസർ അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്നുള്ളവരുടെ പ്രദേശം ഷാം എന്നുള്ള പ്രദേശമാകുന്നു. 6. യാക്കൂബ് എന്നവരുടെ പ്രദേശം. 6-ാമത്തെ ചോദ്യം, യാക്കൂബ് റളിയല്ലാഹു അൻഹു എന്നവരുടെ പ്രദേശം ഏതാകുന്നു? ആൻസർ ഹളറമി എന്നുള്ള പ്രദേശമാണ് അവരുടെ ദേശം. 7. നമുക്ക് ഖിറാഅത്ത് ലഭിച്ച രൂപം. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഖിറാഅത്ത് എത്തിയ രൂപം എങ്ങനെയാണെന്നാണ് വിശദീകരിക്കാൻ പറയുന്നത്. അതിൻ്റെ ആൻസർ അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമി റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് കൊടുത്തയച്ച മുസാഫിൻ്റെ കൂടെ അതിനെ നന്നായി അറിയുന്ന അബൂ അബ്ദുറഹ്മാൻ ബിൻ സലമി റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയച്ചിരുന്നു. അവർ ആസിമിൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ ഹഫ്സ് ബിൻ സുലൈമാനിൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. അവർ മുഖേനയാണ് നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാക്കാമെന്നുള്ള തദ്രീബാത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി 3-ാമത്തത്, ഖുർആൻ പാരായണ മത്സരം നടത്താം. ക്ലാസ്സിലെ കുട്ടികളുടെ വ്യത്യസ്ത പാരായണ ശൈലികൾ അവതരിപ്പിക്കുകയും ഏറ്റവും മികച്ച ശൈലി തിരഞ്ഞെടുത്ത് അവർക്ക് മത്സരം നടത്തുകയും അതിൽ നിന്ന് സമ്മാനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു വ്യവസ്ഥ ക്ലാസ്സിൽ സംഘടിപ്പിക്കാവുന്നതാണ്. അതിന് ഉസ്താദുമാരും വിദ്യാർത്ഥികളൊക്കെ തയ്യാറായി പരിശീലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 4. പ്രസിദ്ധരായ ഖാരികളുടെ പാരായണ CD-കൾ ശേഖരിച്ച് വ്യത്യസ്ത ശൈലികൾ ആസ്വദിക്കുക. നമുക്ക് 10 കാര്യങ്ങൾ, 10 ഖിറാഅത്തിൻ്റെ രൂപം, 10 രൂപത്തിലാണ് മുസാഫിനെ പാരായണം ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള പാരായണ രീതികൾ ഉൾക്കൊള്ളുന്ന CD-കളും അതേപോലെ യൂട്യൂബിലും മറ്റും ഇപ്പോൾ ലഭ്യമാണ്. അതൊക്കെ ശേഖരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ശൈലി എങ്ങനെയാണ് ഖുർആൻ എത്ര രൂപത്തിലൊക്കെ ഓതാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള CD-കളും അതേപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുകയും ഖുർആൻ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു ഇഹലോകത്തിലും നമുക്ക് വിജയം നൽകുകയും നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കളായി നമ്മെ വളർത്തുകയും ചെയ്യട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.